ഹായ് ഹലോ നമസ്കാരം. സുനോജ് കുര്യനാണ്. മൂന്നാറിലാണുള്ളത് കേട്ടോ. ഇപ്പോഴത്തെ നമ്മൾ ആനയിറങ്ങൽ ഡാം കാണാനുള്ള യാത്രയിലാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ പെരിയക്കനാലിൽ ഒരു വ്യൂ പോയിൻ്റ് കണ്ടു, അവിടെ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആനയിറങ്ങൽ ഡാമിലേക്ക് കാഴ്ചകൾ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എല്ലാം ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ല നയനമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ആനയിറങ്ങൽ ഡാമിലെത്തി കേട്ടോ. ആനയിറങ്ങൽ ഡാമിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ കൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ പതിയെ താഴേക്ക് പോകാൻ പോവുകയാണ്. നമുക്ക് ഈ കുത്തനെയുള്ള സ്ഥലമാണ്. ഇതുവഴി അങ്ങ് ഇറങ്ങിയാൽ നമുക്കങ്ങ് താഴെ ചെല്ലാം കേട്ടോ. നമുക്കൊന്ന് പതിയെ ഇറങ്ങി നോക്കാം. സംഗതി ഇച്ചിരി ഡേഞ്ചറസ് ആണ്, എന്നാലും പതിയെ ഒന്ന് ഇറങ്ങി നോക്കാം. ഈ ഇറങ്ങുന്ന വഴിക്ക് കുപ്പിച്ചില്ലൊക്കെ കിടപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് സൂക്ഷിച്ച് ഇറങ്ങണം. ന്യായമായ രീതിയിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് അടുക്കിയിട്ടിട്ടുണ്ട്. എന്തായാലും ഡാം കാണാൻ വരുന്നവർ ചെയ്ത സംഭാവനയാണ് പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് ഒക്കെ. എൻ്റെ വേസ്റ്റ് എൻ്റെ ഉത്തരവാദിത്വമെന്ന് എല്ലാവരും ചിന്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും ഇവിടെ വേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ. ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് ചാക്കുകളൊക്കെ ആൾക്കാരിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര മോശമായ പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി താഴെ എത്തി. ഇവിടെ പണ്ട് ബോട്ടിങ് പരിപാടി ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ ഒരു ബോട്ടാണ് ഇവിടെ കരക്കി കയറ്റി ഇട്ടേക്കുന്നത്. ഇപ്പം ബോട്ടിങ് പരിപാടിയൊക്കെ നിർത്തി വെച്ചേക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. എന്താ വെള്ളം കുറവോ മറ്റായതുകൊണ്ടാണെന്ന് തോന്നുന്നു ബോട്ടിങ് പരിപാടി തൽക്കാലത്തിന് നിർത്തി വെച്ചേക്കുവാണ്. വേണ്ട കൊട്ടവഞ്ചിയൊക്കെ ഇരിപ്പുണ്ട്. കൊട്ടവഞ്ചിയിലെ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ. കൊട്ടവഞ്ചി ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ KCBക്കാരുടെ സ്റ്റാഫിന് സഞ്ചരിക്കാനുള്ളൊരു സ്പീഡ് ബോട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനാണ്ടെ മൊത്തം കുപ്പി പൊട്ടിച്ചിട്ടേക്കുന്നത്. എന്തൊരു മനുഷ്യരൊക്കെയാണ് വന്ന് പോകുന്നത് അല്ലേ. ഇതാണ് ടൂറിസ്റ്റുകൾ വന്നാലുള്ള പ്രശ്നം. വെള്ളത്തിന് നല്ല ഓളമുണ്ട് കേട്ടോ. കൊള്ളാം. മീനൊന്നും കാണാൻ കിട്ടുന്നില്ല. താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് മേലോട്ട് പോകാം. മേളിൽ കൂടെ കുറച്ച് നേരം നടക്കാം. ശരിക്കും നമ്മൾ ആ കുത്തൊക്കെ ചാടി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് വേറൊരു കാര്യം മനസ്സിലാക്കിയത്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങാൻ വേണ്ടി ഇച്ചിരൂടെ നല്ലൊരു വഴി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഈ ബോട്ട് കെട്ടിയിട്ടേക്കുന്ന ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഇച്ചിരൂടെ നല്ലൊരു നടപ്പാത ഉണ്ടായിരുന്നു. ഇതുവഴി ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം ഇത് കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ അപ്പുറം വഴിയല്ല കുത്തുകല്ലൊക്കെ ഇറങ്ങി വരേണ്ടി വന്നു. എനിവേ സൈഡിലൊക്കെ മുഴുവൻ ഏലക്കാടുകളാണ് കേട്ടോ. ഏലക്കാടുകളുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേനും നല്ലൊരു തണുത്ത കാറ്റ്. താഴെ ഇറങ്ങിയിട്ട് മേളിലോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല മടുത്ത് കേട്ടോ. നല്ല ക്ഷീണ, കഥയ്ക്കുന്നു, അണയ്ക്കുന്നു നന്നായിട്ട്. ഇല്ല താഴേക്ക് ഇറങ്ങാൻ പാടില്ലാത്തതായിരുന്നോ? ആണോ? പാമ്പോ? ആ അത് ശരി. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ താഴേക്ക് ഇറങ്ങി കയറി വന്നപ്പോഴത്തേനാണ് ഈ ചേട്ടൻ വന്നിട്ട് പറഞ്ഞത് താഴേക്ക് ഇറങ്ങാൻ പാടില്ലാത്തതാണ്, അവിടെ ചെറിയ പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ എനിവേ നമ്മൾ പോയിട്ട് പെട്ടെന്ന് കയറി പോന്നു. അധികം ഇതിന് വേണ്ടിയിട്ടൊന്നും നിന്നില്ല. കയറി വന്നപ്പോൾ മടുത്തു കേട്ടോ. കുമളി മൂന്നാർ റോഡിൽ മൂന്നാറിൽ നിന്നും ഏകദേശം 22 കിലോമീറ്റർ ദൂരത്തിലാണ് ആനയിറങ്ങൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. ചിന്നക്കനാൽ ശാന്തമ്പാറ പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന പന്നിയാർ പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ആനയിറങ്ങൽ ഡാം ഏഷ്യയിലെ ആദ്യത്തെ എർത്ത് ഡാമാണ്. മണ്ണുപയോഗിച്ച് നിർമ്മിക്കുന്ന ഡാമുകളെയാണ് എർത്ത് ഡാം എന്ന് പറയുന്നത്. 1963 നിർമ്മാണം ആരംഭിച്ച് 1967 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത അണക്കെട്ട് കാളകളെ ഉപയോഗിച്ച് ചവിട്ടിക്കുഴച്ച പശമണ്ണ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. മണ്ണ് ഒലിച്ചു പോകാതിരിക്കുന്നതിനായി ഇതിന്റെ സൈഡിലെല്ലാം കരിങ്കല്ലും പാകിയിട്ടുണ്ട്. പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ ഭാഗമായ കൂത്തുങ്കൽ, പൊന്മുടി എന്നീ അണക്കെട്ടുകളിലേക്ക് വേനൽക്കാലത്ത് വെള്ളം എത്തിക്കുന്നതിനാണ് ആനയിറങ്ങൽ ഡാം നിർമ്മിച്ചത്. ഈ അണക്കെട്ടിന്റെ ഒരു വശം വനവും മറ്റു വശങ്ങൾ തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളുമൊക്കെയാണ്. പഴയ കാലത്തെ ആനത്താരയുടെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ധാരാളം ആനകൾ ഈ ജലാശയത്തിൽ വെള്ളം കുടിക്കാൻ വരാറുണ്ട്.
അങ്ങനെ ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നത് കൊണ്ടാണ് ഈ അണക്കെട്ടിന് ആനയിറങ്കൽ ഡാം എന്ന പേര് വന്നത്. നമ്മുടെ അരിക്കമ്പനൊക്കെ ഈ ഏരിയയിലൂടെയാണ് വിഹരിച്ച് നടന്നിരുന്നത്. 34.14 മീറ്റർ ഉയരവും 326.13 മീറ്റർ നീളവുമുള്ള അണക്കെട്ടിന്റെ പരമാവധി സംഭരണ ശേഷി 1207 മീറ്ററാണ്. 2003 വരെ 2 ടർബൈനുകൾ ഉപയോഗിച്ച് 30 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. 2003 അത് 32.4 മെഗാവാട്ടായി ഉയർത്തിയിട്ടുണ്ട്. ഞാനും എഡുവിനും കൂടെ ഇങ്ങനെ ഡാമിൻ്റെ മേളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബാക്കി എല്ലാവരും തിരിച്ചു പോയി. ഞാനും എഡുവിച്ചനും കൂടെ ഡാമിന് വെള്ളം ഒഴുകുന്നൊന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് ഓർത്തു. അല്ലേ എഡുവിച്ചാ? നമുക്ക് ഡാമിൽ വെള്ളം ഒഴുകുന്നത് കാണാൻ പോയാലോ? എന്നാ നമുക്ക് അവിടെ പോവാം. അവിടുത്തെ വഴി വെള്ളം ഒഴുകുന്ന ഒച്ച കേട്ടോ. ആ വെള്ളം ഒഴുകുന്ന അവിടെ പോയിട്ട് വരാം. അവിടെ ഉണ്ടെന്നേ, നമുക്ക് പോയിട്ട് വരാവേ. എഡുവിച്ചാൽ താഴെ അങ്ങ് വെള്ളം ഒഴുകുന്നുണ്ടോ? അതുവഴിയാണ് ഡാമിലെ വെള്ളം ഒഴുകി പോകുന്നത്. എടാ ഇവിടെ ഒന്ന് നോക്ക്, അന്നേരം കാണാം. ഇത് ഇവിടെ ഒന്ന് നോക്കുക. കണ്ടോ? അവിടെ നിന്ന് ആ വെള്ളം ഒഴുകി പോകുന്ന ഒച്ചയാണ് നമ്മളിപ്പോൾ കേട്ടത്. മനസ്സിലായോ? നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ് എഡുവിൻ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് വന്നത്. അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്ന സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. ഇങ്ങനെ ഡാമിൻ്റെ സൈഡിൽ കൂടെ ഈ തേയിലക്കാടിൻ്റെ ഇതുവഴി നമുക്ക് പതിയെ നടന്നു പോകാം കേട്ടോ. ഇതുവഴി ചെറിയൊരു വഴിയുണ്ട്. വല്ല ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടാവും ഇതിനകത്തൊക്കെ. ചിലപ്പോൾ ഈ തേയിലത്തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയയും അല്ലെങ്കിൽ കൃഷിത്തോട്ടങ്ങളിലോട്ടൊക്കെ ഉള്ള വഴിയായിരിക്കും ഇത്. വളരെ ചെറിയൊരു വഴിയാണേ. ഒരു വണ്ടിക്ക് കഷ്ടി പോകാൻ പറ്റുന്ന ഒരു വഴിയായത്. കുറച്ച് ദൂരം നടന്നു നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇനി വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഏലക്കാടുകളാണ്. ഈ ഏലക്കാടുകൾക്കിടയിലൂടെ അങ്ങ് താഴോട്ട് വഴി കിടക്കുക കേട്ടോ. തേയിലയുടെ വേരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ടോ? തേയിലച്ചെടിയുടെ വേരൊക്കെ ഇറങ്ങി നിൽക്കുന്നു. ശരിക്കും ഇവിടെ ഉള്ളവർ പറയുന്നത് ഇവിടുത്തെ മണ്ണിന് തീരെ ഉറപ്പില്ലാത്തൊരു മണ്ണാണെന്നാണ് പറയുന്നത് കേട്ടോ. ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേനും അതുകൊണ്ടാണ് പെട്ടെന്ന് മണ്ണിടിച്ചിലുണ്ടാകുന്നത്. പക്ഷേ ഈ തേയിലച്ചെടികൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. നന്നായിട്ട് മണ്ണിനെ പിടിച്ച് നിർത്തുന്നുണ്ട്. ഇങ്ങനെ ഈ ചെരുവിൽ കംപ്ലീറ്റ് ഇവരിങ്ങനെ തേയിലച്ചെടികൾ വെച്ച് നിർത്തിയേക്കുന്നതുകൊണ്ട് മണ്ണ് പ്രശ്നമില്ലാണ്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ? ഇനി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാലേ ഫോറസ്റ്റാണെന്ന് തോന്നുന്നത്. അകത്തോട്ട് നമ്മൾക്ക് ഇനി നടന്ന് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റാണെന്ന് തോന്നുന്നു. ഇനി ആൾക്കാർ താമസിക്കുന്ന സ്ഥലമൊന്നും അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഫോറസ്റ്റിനുള്ളിലോട്ടുള്ള വഴിയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ തേയിലത്തോട്ടത്തിലോട്ടുമൊക്കെ വരാനുള്ള ഒരു വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് കേട്ടോ ഇവിടെയെല്ലാം. ഇതുണ്ടോ? ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. ടക്ക് ടക്ക് ഒച്ച കേൾക്കുന്നുണ്ട്. ഇത് തൊട്ടാൽ പണി കിട്ടും. ഉണ്ടോ? ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് ഇവിടെയൊക്കെ. ടക്ക് ടക്കെന്ന് കറണ്ട് പൊട്ടുന്ന ഒച്ചയായിട്ടാണ് ഈ കേൾക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. ഇവിടുത്തെ ഇലക്ട്രിക് ഫെൻസിങ് ഉള്ളെന്നുള്ളതിൻ്റെ ഒരു ബോർഡ് പോലും ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ. ആ ഏലക്കാട്ടിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് ഫെൻസിങ് ആണ് ഇവിടെ. കൊള്ളാം. അപ്പോൾ ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കറണ്ട് അടിക്കും. അവിടെ ഒരു സാധനം തൂങ്ങിക്കിടക്കുന്നത് കണ്ടോ? വവ്വാലോ മറ്റാണോ? എന്നാണെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. ഒരു സാധനം തൂങ്ങി ആടുന്നത് കണ്ടോ? അത് ജീവിയാണോ അതോ വല്ല പാവയാണോ എന്നാന്നുള്ളത് മനസ്സിലാകുന്നില്ല. കണ്ടിട്ടൊരു പാവയാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടെല്ലാം ഫുള്ള് ഇലക്ട്രിക് ഫെൻസിങ് ആണ്. നമുക്കിനി അധികം മുന്നോട്ട് പോകണ്ട. ഇത് കണ്ടോ? ഇവിടെ എല്ലാം ഫുള്ള് ഇലക്ട്രിക് ഫെൻസിങ് ആണ്. അധികം മുന്നോട്ട് എന്തായാലും ഞാൻ പോകുന്നില്ല. ഈ ടിക്ക് ടിക്ക് ടിക്കെന്നുള്ള ഒച്ച ഇലക്ട്രിക്കലിൻ്റെ ഒച്ചയാണ്. ഇതുണ്ടോ? മേളിൽ വലിയ കരിമ്പാറയാണ്, വലിയ പാറയാണ് ഈ മേളിലെ. കൊള്ളാം. താഴോട്ട് ഏലത്തോട്ടമാണ്. അപ്പോൾ ഈ ഏലത്തോട്ടത്തിലോട്ടുള്ള വഴിയാണ് നമ്മൾ നടന്ന് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഇലക്ട്രിക് ഫെൻസിങ് വർക്കിംഗ് ആണ്. ആന കയറാതിരിക്കാനായിരിക്കും, അറിയില്ലാതെ. പക്ഷേ ഇവരൊരു ബോർഡെങ്കിലുമൊക്കെ വെക്കേണ്ടതായിരുന്നു അല്ലേ ഇലക്ട്രിക് ഫെൻസിങ്ങിന്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്ത് വെച്ചേക്കുവാണ്. അധികം മുന്നോട്ട് പോയില്ല. ഇത് സംഭവം ഈ ഏലത്തോട്ടത്തിലോട്ടുള്ള വഴിയായിരുന്നു. അപ്പം എന്താ, ശരിക്കും ഇവരിവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെക്കേണ്ടതായിരുന്നു, ഡേഞ്ചറസ് ഇലക്ട്രിക് ഫെൻസിങ്. അല്ലാതെ വല്ല ആന കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി ഇട്ടേക്കുന്നതായിരിക്കും. എങ്കിലും വല്ല മനുഷ്യനുമൊക്കെ അബദ്ധത്തിൽ വന്ന് പിടിച്ചു കഴിഞ്ഞാലേ ഷോക്ക് കിട്ടത്തില്ലേ? നമ്മൾ തന്നെ ഇത് ശ്രദ്ധിക്കാതെ ഇങ്ങോട്ട് നടന്നു വന്ന് ആ ടിക്ക് ടിക്ക് എന്നുള്ള ഒച്ച കേട്ടപ്പോഴത്തേനാണ് ഇത് ഞാനൊന്ന് ശ്രദ്ധിച്ചത്. അങ്ങനെ
ഓ നമ്മുടെ മേളിൽ കൂടെ ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പതിയെ തിരിച്ചു പോവാം. നമുക്കൊക്കെ ഇവിടെയൊക്കെ വന്ന് കാണുമ്പോൾ ഈ കാഴ്ചയൊക്കെ ഭയങ്കര നയനമനോഹരവും ആനന്ദകരവും ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും അപ്പോൾ ഇവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ? ശരിക്കും അവർക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റിയോ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയോ ഒക്കെ വളരെ കുറവല്ലേ? ഇവിടെയൊക്കെ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ദൂരം പോകാനായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറ്റുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ തേയിലക്കാടുകളിലൊക്കെ പണിയെടുക്കുന്നവർക്ക് ഇപ്പോഴും കൂലി ഏതാണ്ട് 450 രൂപ പെർ ഡേ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ പണിയെടുക്കുന്നവരുടെ കാര്യം ഭയങ്കര ദുരിതം തന്നെയാണ്. എന്തായാലും നമുക്കിങ്ങനെ ടൂറിസ്റ്റ് പോലെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചൊക്കെ പോകാൻ കൊള്ളാം. ഞാൻ ഇതുവഴിയെല്ലാം നടന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനെ എന്നെ കാണാഞ്ഞിട്ട് സനു വിളിക്കാൻ വന്ന് നിൽക്കുവാണ്. ഇവരൊന്നും താഴോട്ട് ഇറങ്ങിയില്ലായിരുന്നു, ഇവരെല്ലാവരും മേളിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്നോർത്ത് പതിയെ താഴോട്ട് ഇറങ്ങി വന്നതാണ്. ഭയങ്കര വെയിലാണ്. പോയേക്കാം. ഐസ്ക്രീം മേടിച്ച് തിന്നോ എല്ലാവരും? പിന്നെ എല്ലാവരും അവിടെ കൂടി നിന്നത് ഐസ്ക്രീം ഇപ്പം വന്നേ ഉള്ളോ? നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്നു ഐസ്ക്രീം. അത് ഞാനാണെങ്കിൽ എടുവിച്ചനോട് പറയുകയും ചെയ്തു നിങ്ങൾ ഐസ്ക്രീം മേടിക്കോ പൊക്കോളാൻ പറഞ്ഞു. നിങ്ങൾ അതിൻ്റെ ചോദ്യം. അപ്പോൾ ആനയിറങ്കൽ ഡാമിലെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ പറയണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാവേ. ബൈ.